എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് നമ്മുടെ നായ്ക്കുട്ടനും ബാക്കി കുട്ടപ്പന്മാരും സാസുകയെ ലക്ഷ്യമാക്കി പറന്നുകൊണ്ടിരിക്കുകയാണ്. സാസുക ഓൾറെഡി വളരെ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് അവന്റെ ഒപ്പം അത്ര പെട്ടെന്ന് എത്താൻ സാധിക്കില്ല. അപ്പോൾ അതേ സമയത്ത് കാട്ടിലൂടെ കുട്ടപ്പനെ നിഞ്ചാസ് ഫോളോ ചെയ്യുന്ന കാര്യം നമ്മുടെ പട്ടിക്കുട്ടന് പിടികിട്ടും. മണത്ത് മണത്ത് അത് 9 പേരുണ്ടെന്ന് പോലും അവന് പിടികിട്ടും. പട്ടിക്കുട്ടൻ പറയും, നമ്മൾ 9 പേര് ഫോളോ ചെയ്യുന്നുണ്ട്. അവര് തീർച്ചയായിട്ടും നമ്മുടെ ഫുട് പ്രിന്റ്സ് ഉപയോഗിച്ചിട്ടാവാം നമ്മളെ ഫോളോ ചെയ്യുന്നത്. ഇവിടെ നിഞ്ചാമാമന്മാര് അവരുടെ ഫുട് പ്രിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് തപ്പിപ്പിടിച്ച് വരുമ്പോ പട്ടിക്കുട്ടി ആവട്ടെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഡയറക്ഷൻ മാറ്റി അവരെ വഴിതെറ്റിക്കണം. ഇല്ലെങ്കിൽ അവരുടെ കൈകൊണ്ട് നമ്മൾ തീരുന്നു പറയുമ്പോൾ എല്ലാവരും സമയമെടുത്ത് ഡയറക്ഷൻ തെറ്റിച്ചുകൊണ്ടിരിക്കും. കുട്ടപ്പൻ സൂക്ഷ്മമായിട്ട് കാൽപാദം നോക്കി നോക്കി വെച്ച് ഡയറക്ഷൻ തെറ്റിക്കുമ്പോൾ ബാക്കിയുള്ളവര് മണിക്കൂറുകൾക്ക് മുൻപേ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അവര് വീണ്ടും മരത്തെ ചാടി മുൻപോട്ട് കുതിക്കുമ്പോൾ ഇവിടെ നിഞ്ചകളാവട്ടെ വഴിതെറ്റി നോക്കി നിൽക്കും. പക്ഷെ അവര് അത്ര പൊട്ടന്മാരല്ല. അവരുടെ മരത്തിലുള്ള കാൽപ്പാടുകൾ കണ്ട് അവര് വീണ്ടും ഫോളോ ചെയ്യാൻ തുടങ്ങും. പട്ടിക്കുട്ടിന് കാര്യം പിടികിട്ടിയിട്ട് നമ്മൾ വീണ്ടും പെട്ടു, എത്രയും പെട്ടെന്ന് മുൻപോട്ട് മൂവ് ചെയ്യാൻ പറയും. അവർക്ക് ഏകദേശം ഒരു ജൂനിയർ ലെവൽ പവർ ഉണ്ട്. അതുകൊണ്ട് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ആർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പട്ടിക്കുട്ടി പറയുമ്പോ കുട്ടപ്പൻ ടെൻഷനായിട്ട് എങ്കിൽ നമുക്കിവിടെ എവിടെയെങ്കിലും ഒളിച്ചിരുന്നാലോ ചോദിക്കും. സാക്കുറ പെണ്ണിനും അതാണ് നല്ലതെന്ന് തോന്നിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാന്ന് പറയും. അവരൊന്നും അത്ര മണ്ടന്മാരല്ല. തീർച്ചയായിട്ടും നമ്മളിവിടെ പതുങ്ങിയിരുന്നാല് അവര് കണ്ടെത്തും. നമുക്ക് എത്രയും പെട്ടെന്ന് മുൻപോട്ട് പോവാന്ന് പറഞ്ഞ് പട്ടിക്കുട്ടൻ മുമ്പോട്ട് പോകുമ്പോ അവൻ വേറൊരു കാര്യം കൂടെ പറയും. അവര് പഴയ ലീഫ് വില്ലേജിലെ പേരുകേട്ട നിഞ്ചാസാണ്. ഒറോച്ചിമാറുവിന്റെ ശിഷ്യരാണവര്. മാത്രമല്ല ഏറെക്കുറെ ഒരു ജൂനിയർ ലെവല് പവറും ഉണ്ട്. ഇത് കേട്ടിട്ട് നാറ പറയും, ഒളിച്ചിരിക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ അത് അവരുടെ പണി കുറയ്ക്കും. മാത്രമല്ല കൃത്യമായ രീതിയിൽ ഒളിച്ചിരുന്നെങ്കിൽ തീർച്ചയായും നമ്മൾ പെട്ടുപോകും. അതിന് 2 കണ്ടീഷൻസ് ഉണ്ട്. ആദ്യം ശബ്ദം ഉണ്ടാക്കാതെ ഓടിയിട്ട് എവിടെയാണ് എനിമീസ് ഉള്ളതെന്ന് നമ്മൾ കണ്ടെത്തണം. മാത്രമല്ല അവിടെ വേറൊരു ട്രാപ്പ് ഉണ്ടാക്കി അവരെ കുടുക്കവും വേണം. സോ അവര് നമ്മളെ ട്രാപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവരെ ഫോളോ ചെയ്ത് ട്രാപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ കുട്ടപ്പനാവട്ടെ ആദ്യത്തെ പ്ലാൻ കുഴപ്പമില്ല, പക്ഷെ രണ്ടാമത്തത് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് പറയും. നമ്മൾ ഇവിടുത്തുകാരായതുകൊണ്ട് എളുപ്പത്തിൽ പ്ലാൻ വർക്കൗട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നാറയാവട്ടെ ലീഫ് വില്ലേജിലെ നിഞ്ചമാര് പണ്ട് ഇവിടെയാണ് താമസിച്ചിരുന്നത്. അവർക്ക് ഈ ഗ്രാമം കാണാപ്പാടാണെന്ന് പറയും. അവരെല്ലാം വളരെയധികം ടെററാണ്, അഭ്യാസികളാണ്. നമ്മളോ മന്ദപ്പനായൊരു കുട്ടപ്പൻ, ബോധമില്ലാത്തൊരു പെങ്കൊച്ച്, നാറ്റമടിക്കുന്ന ഒരു പട്ടിക്കുട്ടി, പിന്നെ ആകപ്പാടെ ഇച്ചിരെങ്കിലും ബുദ്ധിയുള്ള ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് നാറ പറയും. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമ്മളിൽ ഒരാള് ഇവിടെ പതുങ്ങിയിരുന്ന് അവരുടെ ദിശ തെറ്റിക്കണം. ആ സമയത്ത് ബാക്കിയുള്ളവർക്ക് എളുപ്പത്തിൽ സാസുകയെ കണ്ടെത്താൻ പറ്റും. പിന്നീട് അവരെത്ര ശ്രമിച്ചാലും നമ്മളെ തോൽപ്പിക്കാനാവില്ല എന്ന് നാറ പറയും. പക്ഷെ വഴിതെറ്റിക്കാൻ നിർത്തുന്നവന്റെ കാര്യം അത് അധോഗതിയായിരിക്കും. അവന്റെ കാര്യത്തില് യാതൊരു ഗ്യാരണ്ടി ഉണ്ടാവില്ല. ആര് നിൽക്കും, ആര് ദശ തെറ്റിക്കും എന്നവർ കൂലങ്കക്ഷമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. പട്ടിക്കുട്ടീനെ അയച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അവനുണ്ടെങ്കിൽ മാത്രമേ സാസുകയെ മണം പിടിച്ച് കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് അവർക്ക് മനസ്സിലാവും. പിന്നെ ആര് പോകും ചോദിക്കുമ്പോൾ കുട്ടപ്പനാവട്ടെ ഞാൻ പോകാമെന്ന് പറയും. ഇവിടെ നാറ, നിങ്ങളല്ല ഞാനാണ് പോവുക, കാരണം എനിക്ക് ഷാഡോ ജിപ്സ് യൂസ് ചെയ്യാൻ അറിയാം. ആ ജിപ്സ് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് അവരെ വഴിതെറ്റിക്കാൻ കഴിയും. എന്നെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവണ്ട, നിങ്ങൾ നിങ്ങളുടെ മിഷൻ അടിപൊളിയായിട്ട് ചെയ്യാൻ നാറ പറയുമ്പോൾ പക്ഷെ അവർക്ക് ആർക്കും തന്നെ നാറ അയക്കാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം അവരുടെ കയ്യിൽ പെട്ടാല് അവന്റെ അവസ്ഥ എന്താകുമെന്ന് അവർക്ക് നല്ല പോലെ അറിയാം. ഡോണ്ട് വറി, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാർ പിന്നെ ഒന്നും നോക്കില്ല. മരങ്ങൾ ചാടി ചാടി സാസുകയ്ക്ക് പിന്നാലെ പോവും. ഇവിടെ നിഞ്ചകളാവട്ടെ ഓരോ ഇടങ്ങളും സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അവിടെ മാർക്കിട്ടിട്ട് പോവും. നമ്മുടെ ആൾക്കാർ 100-110 പോകുമെങ്കിലും പപ്പിക്ക് മനസ്സിലാവും വില്ലന്മാര് അവരുടെ തൊട്ടടുത്തെത്താനായെന്ന്. അപ്പൊ പപ്പിക്കുട്ടി ചോദിക്കും, നാറ യഥാർത്ഥത്തില് നമ്മളെ സഹായിക്കാനാണോ അതോ നമ്മളെ ദ്രോഹിക്കാനാണോ കൂടെ കൂടിയതെന്ന്. സാക്കുറ ഷോക്കായിട്ട് അവൻ പറഞ്ഞ ഓരോരോ കാര്യങ്ങളായിട്ട് ആലോചിക്കാൻ തുടങ്ങും. അവന് നമ്മളോടൊപ്പം വരാൻ തീരെ താല്പര്യമില്ലായിരുന്നു. നമ്മളിൽ തന്നെ ഏറ്റവും ഭയവും അവനായിരുന്നു. ഒരു പക്ഷേ അവൻ നമ്മളെ ചതിക്കുമെന്ന് അവർ പരസ്പരം ചോദിക്കും. ഉടനെ നറൂട്ടോ കയ്യിലടിച്ച് പറയും, അവൻ എന്തൊക്കെയാണെങ്കിലും നമ്മളെ ചതിക്കില്ല. അവൻ കാണാൻ ഒരു പൊട്ടനെ പോലെ ആണെങ്കിലും ആള് പാവമാണ്. തീർച്ചയായിട്ടും അവൻ നമ്മളെ സഹായിച്ചിരിക്കുന്നു പറയുമ്പോൾ സാക്കുറ പെണ്ണിന് അത് തീരെ വിശ്വാസം ഉണ്ടാവില്ല. അവരൊന്നു പറഞ്ഞ് 2 പറഞ്ഞ് വീണ്ടും സാസുകയെ തേടി മുൻപോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മുടെ പയ്യൻ നാറയാവട്ടെ ആകാശത്തേക്ക് നോക്കി ഞാൻ എന്തൊക്കെയാണെങ്കിലും ഇവരെ വഴിതെറ്റിക്കുന്നു പറഞ്ഞ് ചില ഷാഡോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ആരംഭിക്കും. നിഞ്ചാസ് കാട്ടിലെത്തുമ്പോൾ കാൽപ്പാടുകളെല്ലാം തന്നെ അറഞ്ചം പുറഞ്ചം കാണുമ്പോൾ അവർക്ക് ഡൗട്ട് അടിക്കും. ഓരോ
കാൽപ്പാടില് അതിസൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാൽപ്പാടില് ഷാഡോ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചെറുക്കൻ അവരെ ലോക്ക് ചെയ്യും. നാറ സ്റ്റൈലായിട്ട് എന്റെ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും വലിയ പേടിത്തുറി ഞാനാണ്. പക്ഷെ ഈ ഒരു അവസ്ഥയില് നിങ്ങളെ നേരിടാൻ ഞാൻ മാത്രം മതിയെന്ന് അവൻ പറയുമ്പോ അവിടെ നിഞ്ചകളുടെ എണ്ണം കൂടി കൂടി വരും. നിങ്ങൾ നോക്കി വന്ന ആ കാൽപ്പാടുകളെല്ലാം തന്നെ ഫേക്കാണ്, ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അതുമൂലമാണ് നിങ്ങളെ ഞാൻ ലോക്ക് ചെയ്യുന്നു പറയുമ്പോൾ നിഞ്ചമാമന്മാരാവട്ടെ ഇതേതോ പൊടിപ്പയ്യനാണ്, ഇവനെ തൂത്തെറിഞ്ഞ് നമുക്ക് പോകാമെന്ന് പരസ്പരം പറയും. നാളെ പുറത്ത് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ കാണിക്കുമെങ്കിലും അവന്റെ ഷാഡോ ജിപ്സു ഇപ്പൊ പതിയെ പതിയെ ഫ്ലിപ്പ് ആവാൻ തുടങ്ങും. കാരണം അവൻ ഓൾറെഡി ഫൈറ്റില് അവന്റെ ഓൾമോസ്റ്റ് പവറും ഉപയോഗിച്ചിരുന്നു. പക്ഷെ അവര് പറഞ്ഞ പ്രകാരം അവനിപ്പോ അവരെ ഡിലേ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരം ഇതെന്നെ കൊണ്ട് പിടിച്ചു നിർത്താൻ സാധിക്കില്ല, 1 2 3 എന്നവൻ കൗണ്ട് ചെയ്യുമ്പോഴായിരിക്കും അവിടെ ആകെപ്പാടെ 8 പേരെ മാത്രമേ നമ്മുടെ ചെറുക്കന് കാണാൻ സാധിക്കൂ. അപ്പോ ഒരാൾ എവിടെയോ നിന്ന് ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് നാറയ്ക്ക് പിടികിട്ടും. ഇനി ഒരു പക്ഷേ പട്ടിക്കുട്ടന് തെറ്റ് പറ്റിയതായിരിക്കുമെന്ന് കരുതി അത് പരീക്ഷിക്കാൻ അവൻ നിഞ്ച ബ്ലേഡ് പുറത്തെടുക്കും. 4 സൈഡിലേക്കും ബ്ലേഡ് കറക്കി എറിയുമ്പോ അത് കറക്റ്റായിട്ട് ഏതോ ഒരുത്തൻ എവിടെ നിന്നോ തട്ടിത്തെറിപ്പിക്കും. ഒടുവിലെ നാറപ്പയ്യൻ അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കും. മരത്തിന്റെ ബാക്കിൽ ഒളിച്ചിരിക്കുന്ന അവനെ ഷാഡോ ജിപ്സ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും അവനത് തിരിച്ചറിയുക. ഷാഡോ പവർ സ്ട്രെച്ച് ചെയ്യാൻ അവന്റെ കയ്യിൽ ഇപ്പൊ പവറില്ല. ആ സമയത്ത് നമ്മുടെ നിഞ്ച മാമന്മാർക്ക് മനസ്സിലാവും നമ്മുടെ കുട്ടപ്പനും നമ്മുടെ പാവൻ നെജിക്കും ചില ഡ്രോബാക്സ് ഉണ്ട്. അവന് കൂടുതലായിട്ട് പവർ പുറത്തെടുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയിട്ട് വെറും ഒരു നിഞ്ചയുടെ അവസ്ഥ ഇതാണ്. നിന്റെ പവർ അത് പതിയെ പതിയെ ഇല്ലാതാവാണ്. കുറച്ച് നേരത്തിനുള്ളിൽ ഞങ്ങൾ നിന്നെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ നാറയ്ക്ക് മനസ്സിലാവും അവന്റെ സമയം അടുത്തെന്ന്. നാറ സാഡായിട്ട് അവന്റെ ഇത്രയും കാലത്തെ ആഗ്രഹങ്ങൾ ഒന്നൊന്നായിട്ട് ആലോചിക്കും. ലോകം അറിയുന്ന ഒരു വലിയ നിഞ്ചയാവണം, ഒരുപാട് കാശ് ചേർത്ത് വെച്ച് ഒരു ചുന്ദരി പെണ്ണിനെ കല്യാണം കഴിക്കണം, 2 തക്കുടുമുണ്ടൻ കുട്ടികളുടെ അച്ഛനായിട്ട് പട്ടം പറത്തി നടക്കണം, മോളെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ചു വിട്ട് എൻ്റെ മോനെ അവന് വലിയൊരു ജോലി വാങ്ങിക്കൊടുക്കണം, റിട്ടയർമെന്റ് കാലത്ത് വെറുതെ ഇരുന്ന് എനിക്ക് ചെസ് കളിച്ച് നേരം കളയണം, വയസ്സാകുമ്പോൾ എൻ്റെ വൈഫിന് മുമ്പേ എനിക്ക് വടിയാകണം എന്നിങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ അവൻ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇനി അതൊന്നും നടക്കില്ല എന്ന് അവൻ ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ആൾക്കാര് സാസുകയ്ക്ക് വേണ്ടി കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പപ്പിക്ക് മനസ്സിലാവും അവരെ ആരോ തടഞ്ഞു എന്ന്. കുട്ടപ്പന് നാറയോർത്ത് ഒരുപാട് സന്തോഷം തോന്നും. പക്ഷെ സാക്കുറയ്ക്കോ അവൾ അവനെ അവിശ്വസിച്ചതിൽ കുറ്റബോധവും. കുട്ടപ്പൻ മനസ്സിലുറപ്പിക്കും ആദ്യം സാസുകെ, അത് കഴിഞ്ഞ ഉടൻ തന്നെ നാറയെ രക്ഷിക്കണം. ഇവിടെ നാറ കട്ടിച്ചു പിടിച്ച് അവന്റെ പവർ മുഴുവനായിട്ടും തീർക്കും. പതിയെ അവന്റെ പവർ കുറഞ്ഞ് ആ ഒരു ഷാഡോ ക്ലൗൺ തന്നെ ഇല്ലാതാവും. നാറ പയ്യൻ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ ഇവിടെ ബാക്കി നിഞ്ചാസ് ആവട്ടെ അവനെ കൊല്ലാൻ വെറിയോടെ നിൽക്കും. മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിന്ന ആ ഒരു നിഞ്ചയാവട്ടെ നാറയുടെ തല വെട്ടിയെടുത്ത് അവനെ കൊന്നുകളയാൻ പറയും. അപ്പൊ കറക്റ്റായിട്ട് ഒരുത്തൻ ചാടി വന്ന് അവിടേക്ക് നിൽക്കും. പുകയുടെ ഇടയില് അവന്റെ ഇരുമ്പ് പോലുള്ള കൈകൾ കണ്ട് നാറ പേടിച്ച് ചുരുളും. അതാരാണെന്ന് നോക്കിയാ മറ്റാരും അല്ല, സാക്ഷാൽ നമ്മുടെ അസുമ കറങ്ങിത്തിരിഞ്ഞ് ഒളിച്ചിരുന്ന നിഞ്ചേനെ തല്ലിക്കൊന്നിട്ടായിരിക്കും അവിടേക്ക് നിൽക്കുക. നാറപ്പയ്യന്റെ ശ്വാസം ഇപ്പോഴായിരിക്കും നേരെ വീഴുക. നമ്മുടെ അസുമ ചാടി വീണ് ഓരോരുത്തരെയും അടിച്ചു പറത്തും. 2 ടീമും വമ്പൻ ആയുധമൊക്കെ വെച്ച് ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അസുമ തന്നെ അവരെ എല്ലാവരെയും അടിച്ചു തോൽപ്പിക്കും. ഫൈറ്റ് കണ്ട് നമ്മുടെ നാറപ്പയ്യൻ വണ്ടരടിച്ച് നിൽക്കുമ്പോൾ അസുമയാവട്ടെ കാഷ്വൽ ആയിട്ട് അവന്റെ അടുത്തേക്ക് വരും. നീ ഒറ്റൊരാൾ കാരണമാണ് ഈ ഒരു മിഷൻ അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിച്ചത്. നീ ഇവരെ തടഞ്ഞു വെച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സാസുകയെ ഫോളോ ചെയ്യാൻ കഴിയില്ലായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തില് നമ്മുടെ പയ്യൻ അവിടെ കുത്തിയിരുന്ന് കരയുമ്പോ ലോങ് ഷോട്ടില് കങ്കൂരൻ ടെമരി ആവട്ടെ ഗാറെ തൂക്കിയെടുത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പിന്നാലെ സാസുക വരുന്നുണ്ടെന്ന് അവർക്ക് കറക്റ്റായിട്ട് അറിയാം. ഇപ്പൊ സാസുക മാത്രമല്ല വേറെയും ഒരുപാട് പേരുണ്ടെന്നും പറഞ്ഞ് അവർ ഓട്ടത്തിന്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത സാസുക കാട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ അവന്റെ പിന്നാലെ ഓടും. ഇതിനെല്ലാം ഉപരിയായിട്ട് ഹൊക്കാഗെ ബാക്കി 2 ഹൊക്കാഗമാരെയും നോക്കി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. സോ ഗായ്സ്, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.